സക്കീർ മൻസിൽ. അപ്പൊ ഇതായിരിക്കും വീട്. ഈ വണ്ടി എവിടെയും കൊണ്ടേ മാറ്റിയിട്, ഞാനിവിടെ ഇറങ്ങാം. ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ടാ പോരെ? എടാ ഇത് തന്നെയാണ് വീടെന്ന് ഉറപ്പില്ലല്ലോ, ഈ വണ്ടി മാറ്റിയിട്. അല്ലെങ്കിൽ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റിട്ട് വളച്ചെടുത്താ പോരെ? എന്തേലും കാണിക്കാം. വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. താഴത്തെ പണി തീർത്തില്ലേ? ഇനിയിപ്പോ പണിക്കാരെ കിട്ടിയാല് ബാക്കി പണിയും കൂടെ ഞാൻ തീർത്തു തരാം. അതിൽ ലേശ പൈസ ആണ് ഞാൻ ചോദിച്ചത്. കള്ള ഹിമാറെ അന്റെ കണ്ണടിച്ചാൻ പൊടിച്ചാളും. ഈ കായലട എണ്ണി വാങ്ങിയത് എന്നിട്ടിപ്പ അമ്മായിക്കളി കളിക്ക. റമദാനെ മുന്നേ പൊരന്റെ പണി തീർത്തില്ലെങ്കിൽ അന്റെ പണി ഞാൻ തീർക്കും. പോയിക്കാന്റെ മുമ്പിൽ നിന്ന്. ഇതാക്കിന്റെ അവലും കഞ്ഞി ഇയാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പണിക്കാരെ കിട്ടാഞ്ഞാല് പണി തീരുവോ? ഞാൻ എന്താക്കാനാണ് ഇപ്പോ? ആരാ? ഞാൻ ഹമീദ്. ഏത് ഹമീദ്? ഇത് റംലത്തിന്റെ വീടല്ലേ? അന്റെ മടിയിലിരുത്തിയാണ്ടാ പേരിട്ട്? ആർക്ക്? റംലത്തിന്. അല്ലോ, ഞാൻ തല്ല ഉദ്ദേശിച്ചു. എന്താണ്ടാ പിന്നെ ഉദ്ദേശിച്ച്? കുടുംബത്ത് കയറി വന്നിട്ട് പെണ്ണുങ്ങളെ പേര് വിളിക്കും. അടുത്തുള്ള കോളേജിലാ. ആരാടി ഇവൻ? ഇത് ബീരാനിക്ക, ഉമ്മാനെ കാണാൻ വന്നയാ. കേറിപ്പോടിയാത്ത്. ഈരാനിക്ക ഉമ്മാനെ കാണാൻ വന്നേക്ക. എന്തേ മാമ പുറത്ത് സംസാരിക്കും, കാത്തിരുന്ന് സംസാരിച്ചൂടെ? എന്നാണ്ട ഇന്റെ പെങ്ങൾ അന്റെ ബാപ്പ കിട്ടിയത്? ഇവിടെ നിന്നോളണം. ആരാണ്ട ഈയൊക്കെ? ഞാൻ തലശ്ശേരിന്ന് ഹൈദറിന്റെ മോനാ. വാപ്പ മയ്യത്തായി. അപ്പൊ റംലത്തുമ്മേനെ കണ്ട് കാര്യം പറയാൻ വന്നതാ. ഒരു ജീവിച്ചിരുന്നാലും മരിച്ചാലും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. ഇനി അതും പറഞ്ഞ് ഈ പടിക്കകത്ത് കയറി പോരും. ഇവിടെ റംലത്തുമില്ല, ആരുമില്ല. മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ രോമം പഠിക്കോടാ ഈ തൊട്ടുപോർന്നവനെ. എന്തേലും പറ്റിയ? നല്ല വേദന ഉണ്ട്. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അപ്പൊ ഈ അയാൾ അടിക്കില്ലേ? അടിക്കണോ? ആ അടിക്കും ഞാൻ. അടിക്ക്. അടിക്കട്ടെ. അടിക്കണോ? ഓടാ ഈ മാറുകളെ. എടാ അതൊക്കെ പാടുണ്ട് ഇവിടെ? പാടൊന്നുമില്ല വിരാനെ. പാടില്ലേലും നല്ല വേദന ഉണ്ട്. ഇജ്ജ് വന്ന് കിടന്ന് ഉറങ്ങ്. പല്ലളകീനം. അടി കിട്ടി എനിക്കല്ലേ പാട്. എന്താ ഭൂമിയിലൊക്കെ ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് ഓടുക. ഭൂമികൾക്കല്ല മോനെ ഇത്. ഇതന്നെ മോശം. അവർക്കോ സംസ്കാരമില്ല, നമ്മളതുപോലെ ആവണോ? വേണ്ട, വന്നേ. ശരിയാ, സംസ്കാരമില്ലാതെ ഇപ്പൊ ഇല്ലേ? ആ, അല്ല എന്നാലും ഒന്നുകൂടി കേക്കണ്ട. എന്റെ പൊന്നൊക്ക വന്ന് കിടന്നുറങ്ങി. കഴിഞ്ഞ വലിയൊരു കാറ്റും മഴയും കഴിഞ്ഞ്. കഴിഞ്ഞില്ലേ, ഇടിവെട്ടോട് കൂടി പിന്നെയും തുടങ്ങുന്നുണ്ട്. ഹലോ, ഒന്ന് ഉറങ്ങിക്കൂടെ? ഉള്ള കണ്ണാടിയാണ് ഇന്നലെ പരാക്രമത്തിൽ പൊട്ടിയും പോയി. ഇറങ്ങിപ്പോര്. ഹലോ ഒരു മിനിറ്റേ. ഓക്കെ അമിതേടാ, ഓടി വാ. ആരാ നോക്ക്. നിങ്ങൾ പോയില്ലേ? ഭാഗ്യത്തിന് ഞങ്ങൾക്ക് പോവാൻ തോന്നിയില്ല. സക്കീർക്കല്ല, ഇത് ഇന്നലത്തെ പൊന്നിക്ക. കള്ളാ, ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ഇത്രയും സ്നേഹമുള്ള ആളാണല്ലേക്ക. ആരൊക്കെ അവരൊക്കെ? പോടിയാത്ത് പോ. എന്തിനാണ്ടാ ഫോട്ടോ എടുത്തത്? ഫേസ്ബുക്കിലിടാൻ. ഇക്കാന്റെ ഈ സ്നേഹം നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചതിക്കരുത്. ചതിക്കും. കാടർച്ചിന്റെ ഇവിടെ കാടർച്ചി. കാടിറച്ചിയാ? ആ പൊരിച്ചത് തീർന്നു പോയിട്ടുണ്ടാവും. ചായ പറയട്ടെ? പാല് മതി. എനിക്ക് ഹോർലിക്സ് മതി. എന്നാ എനിക്ക് കുറച്ച് മതി. മോനെ ബഷീറെ, ഒരു 2 ഹോർലിക്സ് പറയടാ. ഹോർലിക്സാ? ആ അല്ല സക്കീർക്ക്, ഇതൊക്കെ ആരാണ്? എന്റെ ഒരു പഴയ ചങ്ങായിന്റെ മക്കളാടാ, പാവങ്ങളാ. 2 ഹോർലിക്സേ. 2 പുഴുങ്ങിയ മുട്ടേ. തേതി കൂടെ കേറ്റു. ഇത് വലിയ ഹോട്ടലിൽ കയറിയാൽ മതി, ഇവിടെ ഐറ്റംസ് കുറവാ. അത് ശരി.
പിന്നെ ഉച്ചയ്ക്ക് കുഴിമന്തിയാക്കാം കേട്ടോ. ആ മട്ടൻ. നിങ്ങളെ വണ്ടി എൻ്റെ വണ്ടീൻ്റെ പുറകെ വന്നാൽ മതി. അത് വേണ്ട, എനിക്ക് ഇങ്ങനെ അത്ര വിശ്വാസമില്ല. ഈ കയറാൻ ഇത് അപ്പൊ ഈ കാർ ആരും കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരും. ഈ ഒറ്റക്ക ഞാൻ അത് തലയിൽ ചുമന്ന് കൊണ്ടുവരില്ലല്ലോ, ഓടിച്ചു വരില്ലേ. ഇന്നലത്തോട് എനിക്ക് മനസ്സിലായില്ല. ജീവനി കൊതിയുണ്ടെങ്കിൽ പിടിച്ചിരുന്നോ? അതെന്ത് കുതിരി? ആ ഗേറ്റ് എന്ന് പറഞ്ഞേ. ഞാനോ? അല്ലോ വേണ്ട, ഞാൻ തുറന്നോളാം. മോൻ ഇവിടെ ഇരുന്നു. വണ്ടി എടുത്തോ. മക്കളെ, ഇത് ആരൊക്കെയാണ് വന്നിരിക്കണെന്ന് നോക്കിയേ. ഇത് ഹമീദ്ക്ക, അത് വീരാനിക്ക. സലാഞ്ചല്. അസ്സലാമലൈക്കും. ഇതാണ് എൻ്റെ ചക്കരയും പഞ്ചാര്. ഇത് റിൻസ, മറ്റത് റസിയ. ഞാൻ നേരത്തെ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ പോയി കാക്കമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാ. ചായ എടുക്കട്ടേക്ക? മൂസമ്പി ജ്യൂസ് ആയാലാ? ഓറഞ്ച് ജ്യൂസ് ആയിക്കോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും എടുക്കാൻ അകത്തോട്ട് പോ. ചെല്ല്, വേഗം പോ. ഞാൻ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയാണ് ഈ മക്കൾ ഇത്രയും നാൾ വളർത്തിയിട്ടുള്ളത്. നിങ്ങളല്ലേ വളർത്തിയത്? അതിന്റെ കുഴപ്പമൊന്നും കാണാനില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടേ? അതിപ്പോ ജ്യൂസ് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറോ ബിരിയാണി എന്താ വെച്ചാൽ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അതല്ല ചോദിച്ചത്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറ. വാപ്പാൻ്റെ വസിയത്തിൽ റംലത്തുമ്മയ്ക്കൊരു വീതം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പൈസ തരാൻ വേണ്ടിയിട്ട് വന്നാ. പടച്ചോനെ, പൈസ തരാൻ വന്നായിരുന്നാ? എന്നാ എൻ്റെ പൊന്നു മോനെ ഇന്നലെ അത് പറഞ്ഞുകൂടായിരുന്ന? ഞാൻ വെറുതെ എൻ്റെ അമീത് മോൻ്റെ മനസ്സ് വേദനിപ്പിച്ച്. എന്റെ കവളും അത് സാരില്ല. സാരല്ലാന്നോ, കണ്ണിന്ന് പൊന്നീച്ചാ പാറിപ്പോയത്. ഇവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മുന്തിരിയാ തോന്നുന്നുണ്ട് അല്ലേ? പഞ്ചാര മതി വെക്ക? എനിക്ക് കുറച്ച്. ഇപ്പൊ തന്നെ പഞ്ചാര അധികമാണ്. നിങ്ങൾ ഒന്ന് അകത്തോട്ട് പോവാ മക്കളെ. പിന്നെ നിന്ന് ചിരിക്കാം. നിങ്ങളും പൊക്കോ, പോയി റംലത്തുമ്മനെ വിളിച്ചോണ്ടോ. അല്ലോ, അതിന് റംലത്തുമ്മ വരേണ്ട കാര്യമില്ല. മോനത് എൻ്റെ കയ്യിലോട്ട് തന്നാ മതി. എന്നിട്ട് വേണമല്ലോ ലോഡ്ജിലും കൊണ്ട് കളയാൻ. പടച്ചോനോർത്ത് എൻ്റെ മാനം കളയരുത്. എൻ്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് ആ ലോഡ്ജാര അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. അസൂയ കൊണ്ട് പറയണായിരിക്കും. നിങ്ങൾ പോയിട്ട് വേഗം റംലത്തുമ്മനെ ഇടയ്ക്ക് വിളിച്ചോണ്ടോ. ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാല്ല. ദേ കഴിക്ക്, ഇതൊക്കെ എടുത്ത് കഴിക്ക്. ദേ ഇപ്പ വരും. വാ. ഞാൻ ഹൈദറിന്റെ മോനാണ്. ഹമീദോ? ആ അതെ. വാപ്പ മരിച്ചു. കുറച്ചു നാളായി. വാപ്പ പോയപ്പോ നിങ്ങളുടെ പേരിൽ ഒരു വീതം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പൈസ തരാൻ വേണ്ടിട്ട് വന്നതാ. ഓള് മേടിച്ചാലും ഞാൻ മേടിച്ചാലും കണക്ക് തന്നെ അല്ലേ? നിങ്ങൾ പുറത്തേക്കുന്നേ. എനിക്ക് റംലത്തുമ്മനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവിടെ ഉണ്ട്. ഈ എന്തിനാ ശരിക്കും വന്നത്? പറഞ്ഞോ. നിങ്ങളാണോ എൻ്റെ ഉമ്മ? അല്ല. നിങ്ങൾക്ക് കുടുംബവും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ പറയണല്ലേ. എന്നോട് സത്യം പറഞ്ഞു. ഞാൻ പുറത്ത് ആരോടും പറയൂല. നിങ്ങളെന്താ ചിരിക്കണത്? അപ്പൊ ഇത് അറിയാനായിരുന്നു ഈ കസരത്തൊക്കെ കാട്ടിയേ? അത് എൻ്റെ വാപ്പയ്ക്ക് 2 ഭാര്യമാരുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അതിലൊരാളെൻ്റെ ഉമ്മയായിരിക്കൂലേ? നിങ്ങളാണോ അത്? ഞാൻ ഒരു യത്തീമല്ലെന്ന് എനിക്ക് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ബോധിപ്പിക്കണം. സത്യം പറ, നിങ്ങളാണോ എൻ്റെ ഉമ്മ? ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. ഞാൻ ഒരു യത്തീമാണെന്ന് പറഞ്ഞിട്ട് നിക്കാഹ് ഒന്നും നടക്കണില്ല. നിങ്ങൾ എൻ്റെ ഉമ്മയാണെങ്കിൽ നിങ്ങൾ ആടെ വന്ന് എൻ്റെ നിക്കാഹ് നടത്തിയിട്ട് തിരിച്ചു വെക്കും. മോനെ,
എൻ്റെ വാപ്പയും ഞാനും തമ്മിലുള്ള ബന്ധം വെറും 2 ആഴ്ച മാത്രമേ നീണ്ടുള്ളൂ. ഹൈദറിന് ഇഷ്ടപ്പെടാണ്ട് നടത്തിയ നിക്കാഹായിരുന്നു അത്. പക്ഷേ ഹൈദറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ മൊഴി ചൊല്ലിയിട്ട് വേറെ നിക്കാഹ് കഴിക്കാൻ മുൻകൈ എടുത്തതും ഹൈദറായിരുന്നു. അങ്ങനെയുള്ള ഒരു വാപ്പാൻ്റെ മോനായത് എൻ്റെ ഭാഗ്യമാണ് മോനെ. നീ വിഷമിക്കണ്ട, അനക്ക് എൻ്റെ ഉമ്മാനെ കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ മാസ്റ്റർ. വണ്ടി നിർത്തിയിട്ട് ഫോൺ സംസാരിക്കണം. ആ മാസ്റ്റർ, രാത്രിയോ? ഇല്ല ഒരു പരിപാടി ഇല്ല. ഞാൻ എന്തായാലും എത്തും. ഒരു റിഹേഴ്സലും കൂടി നോക്കാം. ഓക്കെ ശരി. രാത്രി എവിടെത്താന്ന്? ഹമീദ് എന്ന് ചൊക്ലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ഞങ്ങളെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. മാത്രമല്ല നിന്റെ അരങ്ങേറ്റം കൂടിയാ. എടാ ബീരാനെ, നമുക്ക് പൊന്നാനി കൂടെ പോയിട്ട് പോടാ. ഹമീദ് ഇനി പൊന്നാനി വരെ വന്ന് വെറുതെ തല്ലുടുങ്ങാൻ എനിക്ക് കഴിയില്ല. എന്തൊരു കഷ്ടമെന്നാല് അതെൻ്റെ ഉമ്മ നയിക്കൂല, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതെടാ, ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ എനിക്കാരുമില്ലല്ലോ, ഞാനെപ്പോഴും ഒറ്റയ്ക്കല്ലേ. ശരിടാ, ടാറ്റ. ഹമീദേ സോറി, ഞാൻ വരാം. എനിക്കറിയാം നീ എന്നെ വൈകിട്ട് പോവില്ലാന്ന്. ഞാനൊരു നമ്പർ ഇറക്കിയല്ലേ. അയ്യടാ, പൊന്നാനിക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറി പോയാൽ മതി, അതാ നല്ലത്. ബീരാനെ കഷ്ടമുണ്ടോ? എനിക്ക് വാപ്പയൊന്നും ഇല്ലാത്തതല്ലേ. ഹമീദ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കെൻ്റെ പ്രൊഫഷനാണ് വലുത്. ഐ ആം എ പ്രൊഫഷണൽ ഡാൻസർ. ഓക്കെ.